തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കാൻ ആഹ്ലാദപൂർവ്വം കുടുംബത്തോടൊപ്പമുള്ള യാത്ര 23-കാരിയുടെ അവസാന യാത്രയായിരുന്നു. നാടിന്റെ നോവായി കൊട്ടാരക്കര വാഹനാപകടത്തിൽ മരണമടഞ്ഞ നവോമി. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കാൻ ആഹ്ലാദപൂർവ്വം കുടുംബത്തോടൊപ്പമുള്ള യാത്ര 23-കാരിയുടെ അവസാന യാത്രയായിരുന്നു. നാടിന്റെ നോവായി കൊട്ടാരക്കര വാഹനാപകടത്തിൽ മരണമടഞ്ഞ നവോമി. കരുതലിന്റെ പ്രതീകമായി യുവതി ജീവിക്കും ഇനി മറ്റുള്ളവരിലൂടെ. കാറും പാഴ്സൽ ലോറിയുമായി കൂട്ടിയിടിച്ച ഗുരുതര പരിക്കേറ്റ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച നവോമിയുടെ അവയവങ്ങൾ ദാനം ചെയ്യും. ഹൃദയം, കണ്ണുകൾ, വൃക്കകൾ, കരൾ, പാൻക്രിയാസ്, ബ്ലഡ് വെസൽസ് എന്നിവയടക്കം എല്ലാ ആന്തരികാവയവങ്ങളും ദാനം ചെയ്യുന്നതിനാണ് ബന്ധുക്കൾ സമ്മതപത്രം നൽകിയിട്ടുള്ളത്. വടക്കാഞ്ചേരി പുല്ലാനിക്കാട് സ്വദേശിനി വാണിയം കിഴക്കേൽ വിൻസെന്റ് ജിപ്സി ദമ്പതികളുടെ മകളാണ്. യുവതിയുടെ സംസ്കാരം ബുധനാഴ്ച വടക്കാഞ്ചേരി ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. കഴിഞ്ഞ 25-ന് കൊട്ടാരക്കര വാളകത്ത് കാറും പാഴ്സൽ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. മാതാവ് ജിപ്സി, സഹോദരൻ ജോയൽ എന്നിവരോടൊപ്പം ജോലിയിൽ പ്രവേശിക്കാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഗുരുതര പരിക്കേറ്റ നവോമിയെ കൊട്ടാരക്കര വിജയ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ച വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും കഴിഞ്ഞ ദിവസം കാലത്ത് 9-ന് മരണമടയുകയായിരുന്നു. പരിക്കേറ്റ അമ്മയും സഹോദരനും തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഖോ കായിക താരവും ഖോ എന്ന സിനിമയിൽ അഭിനയിക്കുകയും ചെയ്ത നവോമി തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് സൈക്കോളജിയിൽ PG ബിരുദവും നേടിയിട്ടുണ്ട്. പിതാവ് വിൻസെന്റ് ഡ്രൈവറാണ്. മാതാവ് ജിപ്സി ജിം പരിശീലകയായും സഹോദരി ഏഞ്ചൽ എറണാകുളത്ത് അധ്യാപികയായും പ്രവർത്തിച്ചു വരികയാണ്. നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി വിടവാങ്ങുന്ന യുവതി ഇനി ജീവിക്കും മറ്റുള്ളവരിലൂടെ.